അക്കാര്യത്തിലും ജോസഫ് സി മാത്യു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. താങ്കൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് മറുപടി നൽകിയിട്ടുണ്ട്. ഗോൾവാക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് പങ്കുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്, ഇത് ഏത് ഡീലിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ വ്യക്തമാക്കണമെന്ന്. ഈ ചോദ്യത്തിലുള്ള പ്രസക്തി നമുക്കറിയാം. ദിവസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് വരികയാണ്. LDF BJP ബന്ധം കേരളത്തിലുണ്ടെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തിനെതിരെ. അല്ല, ഇതുപോലത്തെ ജാതകം തെരച്ചിലൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് പല ഘട്ടങ്ങളിൽ പലർക്ക് ബന്ധങ്ങൾ ഉണ്ടായേക്കാം. ഇതിപ്പോ 20 വർഷം മുമ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് സതീശൻ എന്തിനാ പോയതെന്നൊക്കെ ഉള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. 1977 എന്തിനാണ് ഒന്നിച്ച് മത്സരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കത് സംസ്ഥാന സെക്രട്ടറി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ മറുപടിയോടാണ് എനിക്ക് യോജിച്ചത്. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അടിയന്തരമായ സാഹചര്യം. അതിനനുകൂലമായിട്ട് അന്ന് പ്രതികരിച്ചു. പിന്നീട് വരുന്ന എല്ലാ കാര്യങ്ങളും അന്ന് ചിലപ്പോൾ മുൻകൂട്ടി കണ്ടിട്ടും ഉണ്ടാവില്ല. ഇപ്പോഴെന്തിനാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൽ എന്തിനാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം അതായതുകൊണ്ടാണ് എന്നുള്ളതാണ് മറുപടി. അപ്പൊ ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് 77 കാര്യം, അതിനുശേഷം VP സിംഗിന്റെ സമയത്തെ കാര്യം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നും ഇപ്പോഴത്തേന് മറുപടിയല്ല. ഞാൻ പറയാൻ വന്നത്, കോൺഗ്രസിന് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, മറിച്ച് ചൂണ്ടിക്കാണിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വസ്തുതയാണ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ നേരിടാൻ വേണ്ടി ഇവിടുത്തെ പാർട്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഇപ്പോഴൊരു ഡീലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോഹ്ലി വിയും ഇതും എല്ലാം പറയുന്നതിലൊന്നും അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓർമ്മപ്പെടുത്തുന്നതൊക്കെ കൊള്ളാം. പക്ഷെ രണ്ടുപേരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല ഘട്ടങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്ത് സഖ്യത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവാം. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ജനങ്ങൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ജനങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളുണ്ട്. ഇതൊരു പ്രാദേശിക നേതാവിന്റെ തലത്തിലേക്കാണെന്നാണ്. ഈ മുഖ്യമന്ത്രി ഒരു അഖിലേന്ത്യാ നേതാവാണ്, PB അംഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കഴിഞ്ഞിട്ട് ബാക്കി എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോവുകയാണ്. അദ്ദേഹം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ റോഡിന്റെ NH-ന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രി വന്നു. പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തില്ല. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, അദ്ദേഹത്തിന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ്. പക്ഷെ 2024 ജനുവരിയില് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ഒരു സ്വകാര്യ പരിപാടിക്ക് പ്രധാനമായി വരുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടാകണം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് പാർട്ടി നിശ്ചയിച്ചു കൊടുത്ത സുപ്രധാനമായ ഒരു പരിപാടി, ബംഗാളിലെ ജ്യോതി ബസുവിന്റെ അനുസ്മരണാർത്ഥം നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇദ്ദേഹം ചെല്ലാതിരുന്നത് കൊണ്ട് ബീഹാർ മുഖ്യമന്ത്രിയും ചെന്നില്ല. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉള്ളപ്പോ ഇവിടെ നിന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ. ഇപ്പോ ഇലക്ഷൻ ആകുമ്പോൾ ഒരു മുഖം കാണിക്കുന്ന മുഖ്യമന്ത്രി അതിന് മറുപടി പറയണ്ടേ? പൂരം കലക്കിയതിന്, PM ശ്രീയിൽ ഒപ്പിട്ടതിന്, പാർട്ടിയുടെ അനുമതിയില്ലാതെ, ചർച്ചയില്ലാതെ ഒരു MP-യെ വിട്ട് കേന്ദ്രമന്ത്രിയോട് ചർച്ച നടത്തിയതിന്, മന്ത്രിസഭാംഗങ്ങളിൽ നിന്ന് അത് മറച്ചുവെച്ചതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണ് ഇപ്പോ വേണ്ടത്. മറ്റേതെല്ലാം വസ്തുതയായി ജനങ്ങളുടെ മുന്നിലുണ്ട്. ഓർമ്മപ്പെടുത്തുന്നെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക്, വെറും രാഷ്ട്രീയം മാത്രം, അതിലപ്പുറത്തേക്ക് ഇത് ഏത് രീതിയിലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ജനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ അത് കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്യുക. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങൾ ഇപ്പോഴും അവിടെ ബാക്കിയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സേഫ് സൈനുലാബ്ദീൻ കൂടിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.